നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വീതി ലക്കം 2023 ഓഗസ്റ്റ് 19 ഡിഗ്രി ലെവൽ മെയിൻസ് SI സ്പെഷ്യൽ ടോപ്പിക്. പ്രമുഖ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളോട് സാമ്യമുള്ള രീതിയിൽ ഹോം പേജുകൾ നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ കൈക്കലാക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് ഫിഷിംഗ്. പ്രമുഖ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളോട് സാമ്യമുള്ള രീതിയിൽ ഹോം പേജുകൾ നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ കൈക്കലാക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് ഫിഷിംഗ്. ബ്ലാക്ക്മെയിൽ ചെയ്യാനോ പോർണോഗ്രഫിക്കോ വേണ്ടി ഓൺലൈനിൽ ലഭ്യമായ മോർഫിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ചിത്രങ്ങൾക്ക് മാറ്റം വരുത്തുന്ന സൈബർ കുറ്റകൃത്യമാണ് മോർഫിംഗ്. ബ്ലാക്ക്മെയിൽ ചെയ്യാനോ പോർണോഗ്രഫിക്കോ വേണ്ടി ഓൺലൈനിൽ ലഭ്യമായ മോർഫിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ചിത്രങ്ങൾക്ക് മാറ്റം വരുത്തുന്ന സൈബർ കുറ്റകൃത്യമാണ് മോർഫിംഗ്. നിന്ദ്യമായതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ സന്ദേശങ്ങൾ ഒരു വ്യക്തിക്ക് ഓൺലൈനിൽ അയക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് സൈബർ സ്റ്റോക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ് നിന്ദ്യമായതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ സന്ദേശങ്ങൾ ഒരു വ്യക്തിക്ക് ഓൺലൈനിൽ അയക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് സൈബർ സ്റ്റോക്ക്. കമ്പ്യൂട്ടറുകളുടെയോ കമ്പ്യൂട്ടർ ശൃംഖലകളുടെയോ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് ഹാക്കിംഗ്. കമ്പ്യൂട്ടറുകളുടെയോ കമ്പ്യൂട്ടർ ശൃംഖലകളുടെയോ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സൈബർ കുറ്റകൃത്യമാണ് ഹാക്കിംഗ്. വൈറ്റ് ഹാറ്റ് ഹാക്കർ, ഗ്രേ ഹാറ്റ് ഹാക്കർ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്നിവയാണ് വ്യത്യസ്ത തരം ഹാക്കർമാർ. വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? തന്നിരിക്കുന്നവയെല്ലാം ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളാണ്. വികാരങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അസ്വസ്ഥത. തന്നിരിക്കുന്നവയിൽ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ ഏതെല്ലാം? വികാരങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അസ്വസ്ഥത. അവ്യക്തമായ കാരണങ്ങളാലും അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ടും ഉണ്ടാകുന്ന വൈകാരിക അനുഭവമാണ് ഉത്കണ്ഠ. അവ്യക്തമായ കാരണങ്ങളാലും അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ടും ഉണ്ടാകുന്ന വൈകാരിക അനുഭവമാണ് ഉത്കണ്ഠ. നെഞ്ചിടിപ്പ് ഉയരുക, വിയർക്കുക, തലകറക്കം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയവയും ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളാണ്. സാമൂഹിക ഉത്കണ്ഠ രോഗം സോഷ്യൽ ഫോബിയ എന്നറിയപ്പെടുന്നു. സാമൂഹിക ഉത്കണ്ഠ രോഗം സോഷ്യൽ ഫോബിയ എന്നറിയപ്പെടുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD എന്നത് അനാവശ്യ ചിന്തകളും ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന ഭയങ്ങളും തുടരെ ഉണ്ടാകുന്നതാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നത് അനാവശ്യ ചിന്തകളും ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന ഭയങ്ങളും തുടരെ ഉണ്ടാകുന്നതാണ്. പാനിക് ഡിസോർഡർ എന്നത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അതിതീവ്രമായ ഭയം അനുഭവപ്പെടുന്നതാണ്. പാനിക് ഡിസോർഡർ എന്നത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അതിതീവ്രമായ ഭയം അനുഭവപ്പെടുന്നതാണ്. വാറന്റ് എവിടെ നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? വാറന്റ് എവിടെ നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? സെക്ഷൻ 77. വാറന്റ് എവിടെ നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ 77. CRPC സെക്ഷൻ 77 പ്രകാരം വാറന്റ് ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാവുന്നതാണ്. CRPC സെക്ഷൻ 77 പ്രകാരം വാറന്റ് ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാവുന്നതാണ്. വാറന്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച CRPC സെക്ഷൻ 72 ആണ്. വാറന്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച CRPC സെക്ഷൻ 72 ആണ്. CRPC സെക്ഷൻ 74 പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറന്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. CRPC സെക്ഷൻ 74 പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറന്റിനെ കുറിച്ച് പരാമർശിക്കുന്നു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂർ വരെ മാത്രമേ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയൂ. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂർ വരെ മാത്രമേ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയൂ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ 57 ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 15. ഓരോ സംസ്ഥാന സർക്കാരും ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. ഓരോ സംസ്ഥാന സർക്കാരും ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. സംസ്ഥാന ചീഫ് കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ചീഫ് കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്.